കഴിഞ്ഞ 1-2 ദിവസങ്ങളിലാണ് ചിദാനന്ദപുരി സ്വാമിയുടെ ഒരു ഓൺലൈൻ ചാനൽ അദ്വൈതാശ്രമം എന്ന് പറഞ്ഞ് കണ്ടത്. ഇതിനു മുമ്പ് ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പണ്ട് സ്വാമിജിയുമായിട്ട് ബന്ധപ്പെടുമ്പോഴത്തേക്കും ഒരിക്കൽ സ്വാമിജിയെ കുറേ DYFIക്കാർ 2 വണ്ടികൾക്കിടയ്ക്ക് കൊണ്ടുപോയിട്ട് ബ്ലോക്ക് ചെയ്യിച്ചിട്ട് കയറി ശാരീരികമായിട്ട് വേദനിപ്പിക്കുകയുണ്ടായി. 2 വണ്ടികൾക്കിടയ്ക്ക് അദ്ദേഹത്തിന് അനങ്ങാൻ പറ്റാത്ത രീതിയിൽ കൊണ്ടുവന്നിട്ട് ബ്ലോക്ക് ചെയ്യുകയുണ്ടായി. അത് ഞങ്ങളൊക്കെ വിളിച്ച് ചോദിച്ചു. ഒരു കുറേ കാലങ്ങൾക്ക് മുമ്പാണ്. സ്വാമിയോട് വിളിച്ച് ചോദിച്ചു എന്തെങ്കിലും സംഭവിച്ചോ എന്ന്. അന്ന് സ്വാമിജി ഉത്തരം പറഞ്ഞത്, എൻ്റെ ഭൗതിക ശരീരത്തിന് ഒരല്പം ക്ഷതമേറ്റു, അത് സാരമില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പം മാതൃഭൂമിയിലെ വേണുവും നമ്മുടെ പാർട്ടി സെക്രട്ടറിമാരുമെല്ലാം നമ്മുടെ മാനസിക ശരീരത്തിന്, ആ മനസ്സിന് വേദനിപ്പിക്കുന്ന വിധത്തിൽ അതിശക്തമായിട്ട് പ്രവർത്തിച്ചു, അവഹേളിച്ചു, അപകീർത്തിപ്പെടുത്തി. പുരോഗമനവാദികൾ ആരും മിണ്ടിയില്ല. അതുപോലെ തന്നെ സാംസ്കാരിക ശൂന്യ നായകന്മാരും ഒന്നും മിണ്ടിയില്ല. പറഞ്ഞവർ മാത്രം ബാക്കിയായി. അതിൽ മാതൃഭൂമിയിലെ വേണു മാപ്പ് പറഞ്ഞു എന്ന് കേട്ടു. പക്ഷെ ഒന്നുണ്ട്, ശാരീരിക വേദന ചികിത്സിച്ച് ഭേദമാക്കി, മാനസിക വേദന പ്രതികരിച്ച് ഭേദമാക്കാൻ മാനസിക വേദന പ്രതികരിച്ച് ഭേദമാക്കാൻ ചുറ്റുപാടുമുള്ള സന്യാസ സമൂഹവും ഹൈന്ദവ സമൂഹവും ഒറ്റക്കെട്ടായിട്ട് നിന്നു. കൂടാതെ സ്വാമിജി അദ്വൈതാശ്രമം എന്ന ഒരു ഓൺലൈൻ ചാനൽ തുടങ്ങിയതായിട്ട് ഞാൻ യൂട്യൂബിൽ കണ്ടു. നേരിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ സംഭവിച്ചു എങ്കിൽ ഹൈന്ദവ ജനതയെ ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവരാൻ കേരള മുഖ്യമന്ത്രി എത്ര പ്രവർത്തിച്ചുവോ തിന്മ നിറഞ്ഞ രീതിയിൽ ഹൈന്ദവ ജനതയുടെ യൂണിറ്റി ഉണ്ടാക്കാൻ നമ്മുടെ ഭരണകൂടം, പോലീസ്, നീതിന്യായ വകുപ്പുകൾ എത്ര പ്രവർത്തിച്ചോ അതിൻ്റെ ഫലമാണ് കഴിഞ്ഞ തുലാമാസം 1-ാം തീയതി മുതൽക്ക് കണ്ടത്. സ്വാമിജിയെ നമ്മുടെ പാർട്ടി സെക്രട്ടറിയും ചില പത്ര പ്രതിനിധികളും ശക്തമായിട്ട് അവഹേളിച്ചപ്പോൾ അതിൻ്റെ ഗംഭീരമായിട്ടുള്ള ഔട്ട്പുട്ടാണ് അദ്വൈതാശ്രമം എന്ന ഒരു ചാനൽ. ഇഫക്റ്റീവായിട്ട് നേരത്തെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനി കുറെ കൂടി ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ. നേരത്തെ തുടങ്ങിയിട്ടില്ല, ഇപ്പോഴാണ് തുടങ്ങിയെങ്കിൽ ആ നെഗറ്റീവിനെ പോസിറ്റീവാക്കി ഉപയോഗിച്ചു. അദ്വൈതാശ്രമം എന്ന ചാനലിലൂടെ സ്വാമിജിക്ക് കൊടുക്കാൻ സാധിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. ഇത്രയും കാലം പൊതുപരിപാടികളിലോ മീറ്റിങ്ങുകളിലോ അല്ലെങ്കിൽ പ്രസ് കോൺഫറൻസിലോ അവിടെ പോയിട്ട് വേണം കൊടുക്കാൻ. യഥാർത്ഥത്തിൽ സ്വാമിജിയെ പോലെയുള്ളവർ ഈ മാധ്യമങ്ങളിൽ ഇങ്ങനെയൊക്കെ പെരുമാറ്റമുണ്ട് എന്ന് സൂചനയുണ്ടെങ്കിൽ അവിടേക്കൊന്നും പോകരുത്. സ്വാമിജിക്ക് പറയാനുള്ളത് നേരിട്ട് ഇതുമാതിരിയുള്ള ഓൺലൈൻ ചാനലിലൂടെ പറഞ്ഞാൽ മതി. അത് കൃത്യമായിട്ട് പോയിന്റ് ബൈ പോയിന്റ് പറയുകയും ചെയ്യാം. സമയത്തിന് പരിമിതിയില്ല. വായിക്കകത്ത് തുണി വെച്ച് ബ്ലോക്ക് ചെയ്തിട്ട് മറ്റുള്ളവനെ കൊണ്ട് അവഹേളിപ്പിക്കുന്ന രീതിയിലുള്ള പറയിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ട് സ്വാമി അദ്വൈതാശ്രമം എന്ന പേരിൽ ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലുള്ള ജനതയോട് സ്വാമിജിക്ക് എന്താണോ പറയാനുള്ളത് പ്രതികരിക്കാൻ മാത്രമല്ല, പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കാൻ ആഹ്വാനം ചെയ്യാനുള്ളത് സ്വാമിയുടെ അദ്വൈതാശ്രമം ചാനലിലൂടെ സാധിക്കും, ഉറപ്പാണ്. മറ്റുള്ളവരെയും അതിലേക്ക് കൊണ്ടുവരാം. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. സ്വാമിജി നമ്മളെല്ലാവരും ഉണ്ട്. ഹൈന്ദവ ജനത, ഹൈന്ദവ സന്യാസ സമൂഹം, അമൃതാനന്ദമയിയും വർക്കല ശിവഗിരിയും അതുപോലെ തന്നെ ശ്രീ രവിശങ്കറും സായിബാബയുടെ പ്രവർത്തകരും NSSന്റെയും SNDPയുടെയും പ്രവർത്തകരൊക്കെ കൂടെയുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ മഹത്തായിട്ടുള്ള ഒരു വെല്ലുവിളി അല്ലെങ്കിൽ പകരം വീട്ടൽ, നോബിൾ റവഞ്ച് എന്നാണ് ഇതിന് പറയാം. പ്രണാമം.